നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം പല തവണ ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഈ ചൂടുകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. എന്നാൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പലർക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം ഒ.പിയിൽ ഒരു ഉമ്മ വന്നു. അവർക്ക് എപ്പോഴും ക്ഷീണമാണ്, തലവേദനയുണ്ട്, ചുണ്ടൊക്കെ എപ്പോഴും വരണ്ടിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, വെള്ളം കുടിക്കാറുണ്ടോന്ന്. ആ ഉമ്മ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞു, ആ വെള്ളമല്ലേ, അതൊക്കെ കുടിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര വെള്ളം കുടിക്കും? അതിനുത്തരം ഒരു ചിരിയായിരുന്നു, ഒരു നിഷ്കളങ്കമായ ചിരി. അവരത് ആലോചിച്ചിട്ട് പോലുമില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, ഒന്ന്, ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാറുണ്ടെന്ന്. ഇതുപോലെയാണ് പലരുടെയും അവസ്ഥ. വെള്ളം കുടിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പലരും ചിന്തിക്കാറ് പോലുമില്ല. ഇന്ന് നമുക്ക് വെള്ളം എങ്ങനെ കുടിക്കണം, എപ്പോ കുടിക്കണം, എത്ര കുടിക്കണം, ഏതൊക്കെ അസുഖങ്ങളിൽ വെള്ളം കൂടുതൽ കുടിക്കണം, ഏതൊക്കെ അസുഖങ്ങളിൽ വെള്ളം കുറവ് കുടിക്കണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു തർക്കമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കണോ അതോ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കണോ എന്നുള്ളത്. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസണും കൂടി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. എങ്ങനെ വെള്ളം കുടിക്കണം? ഒരാൾ നിന്നിട്ട് വെള്ളം ഗളഗളാന്ന് കുടിക്കുകയാണ്. എന്താ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ഈ ആമാശയത്തിൽ വെള്ളം എത്തുന്നത് ഒരു മിനി സുനാമി പോലെ ആയിരിക്കും. കുറച്ച് കാറ്റും കോളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. വയറ് വീർപ്പ്, സ്തംഭനം, ഈ മുകളിലേക്ക് തേട്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ വെള്ളം നിന്ന് കുടിക്കുന്നത് നിങ്ങളുടെ കിഡ്നികൾക്കും കേടാണ്. ഈ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു അവയവം. അതിന് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ഇരുന്ന് സിപ്പായിട്ട് പതുക്കെ വെള്ളം കുടിക്കുക. അങ്ങനെ കുടിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ഒപ്റ്റിമൈസ്ഡ് ഹൈഡ്രേഷൻ അബ്സോർപ്ഷൻ, അതാണ് നടക്കുന്നത്. അതായത് വാട്ടർ നന്നായിട്ട് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. നമ്മുടെ മസിലുകളൊക്കെ റിലാക്സ് ആയി വെള്ളം ശരീരത്തിന് വേണ്ട രീതിയിൽ വലിച്ചെടുക്കാൻ സഹായിക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ, പക്ഷെ ഇത് നമ്മൾ പ്രാവർത്തികമായി അങ്ങനെ ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഇരുന്ന് സിപ്പായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കാൻ കുറച്ച് സമയം നിങ്ങൾ ചെലവാക്കിയാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് സമയം ചെലവാക്കേണ്ടി വരില്ല. എന്റെ ഒ.പിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഏറ്റവും കുറവ് വെള്ളം കുടിക്കുന്നത് വീട്ടമ്മമാരാണ്. അവർക്ക് കിച്ചണിൽ ഒരു കൈ എത്തുന്ന അകലത്ത് വെള്ളം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് കുടിക്കാൻ സമയമുണ്ടാവില്ല. ഇനി എത്ര വെള്ളം കുടിക്കണം? വെള്ളമല്ലേ, എത്ര കൂടിയാലും പ്രശ്നമില്ല, അങ്ങനെയാണോ? ചിലർക്കൊരു വിചാരമുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കും, ഈ ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളൊക്കെ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിച്ചാൽ അത് ശരീരത്തിന് കൂടുതൽ നല്ലതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. വെള്ളം എത്ര കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് പല ഘടകങ്ങളാണ്. വെയിറ്റ്, കാലാവസ്ഥ, അവരുടെ ജോലി, ഇതൊക്കെ അനുസരിച്ച് ആ വെള്ളത്തിന്റെ അളവിന് മാറ്റം വരും. നമ്മൾ കുടിക്കുന്ന വെള്ളം വിയർപ്പായും മൂത്രമായിട്ടൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന, നല്ല വിയർത്ത് പണിയെടുക്കുന്ന ഒരാള് 4 ലിറ്റർ വെള്ളമെങ്കിലും തീർച്ചയായും കുടിച്ചിരിക്കണം. അല്ലാതെ സാധാരണഗതിയിൽ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ഒരാള് 8 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം. ജനറൽ ആയി പറഞ്ഞ 25 കിലോ ഉള്ള ആള് 1 ലിറ്റർ വെള്ളം കുടിക്കുക. അപ്പോൾ 50 കിലോ ഉണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിക്കുക. ഈ വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം മാത്രമായിട്ട് കണക്കാക്കേണ്ട. ഇപ്പൊ ഒരു തണ്ണിമത്തൻ കഴിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് വെള്ളമുണ്ട്. മറ്റു ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട് അല്ലെ? ഒരു 1.5 ലിറ്ററിൽ കുറവാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ ഒരു പരിധിയിൽ കുറഞ്ഞാൽ പിന്നെ ക്ഷീണം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, വായൊക്കെ വരണ്ട പോലെ തോന്നും, ചുണ്ടുകളൊക്കെ വരണ്ടിരിക്കും, അങ്ങനെ പല ലക്ഷണങ്ങൾ കാണിക്കും. എപ്പോഴും വെള്ളത്തിന്റെ അളവ്, ഗ്ലാസിന്റെ അളവ് നോക്കണമെന്നില്ല. നമുക്ക് പ്രാക്ടിക്കലി അത് ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളം പ്രോപ്പർ ആണോ, അളവ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യൂറിന്റെ, മൂത്രത്തിന്റെ കളർ നോക്കുക. വെള്ളത്തിന്റെ അളവ് പ്രോപ്പർ ആണെങ്കിൽ യൂറിൻ തെളിഞ്ഞിരിക്കും. നിങ്ങളുടെ വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ, നിങ്ങൾ വെള്ളം കുറച്ച് കുടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മൂത്രത്തിന്റെ കളർ കൂടുതൽ മഞ്ഞ കളർ ആയിരിക്കും. ഇനി ഒരു ദിവസം നോക്കാം, അതിൽ എപ്പോഴാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്? രാവിലെയാണോ വൈകുന്നേരമാണോ? നിങ്ങൾക്ക് സംശയമില്ലേ? രാവിലെയാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്. രാവിലെ എണീറ്റ ഉടനെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്.
അത് ശരീരത്തിലെ മെറ്റബോളിസത്തെ കൂട്ടും, ടോക്സിനുകളൊക്കെ പുറന്തള്ളാൻ സഹായിക്കും, ബ്രെയിനിനെ ഉത്തേജിപ്പിക്കും, രാവിലെ ശോധനയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. രാവിലെ കൂടുതൽ വെള്ളം കുടിക്കുക, എന്നാൽ രാത്രി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക. ഉറങ്ങുന്നതിന് മുന്നേ ഒക്കെ വളരെ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. അതുപോലെ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി എണീക്കുന്നവരുണ്ട്. അങ്ങനെ എണീക്കുമ്പോൾ സിപ്പായിട്ട് കുറച്ച് വെള്ളം മാത്രം കുടിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീക്കുമ്പോൾ അത് ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇനി വീട്ടിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു തർക്കത്തെ കുറിച്ച് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ, അതോ ഭക്ഷണം കഴിച്ചിട്ടാണോ വെള്ളം കുടിക്കേണ്ടത്? ഇത് പലർക്കും ഉള്ള സംശയമാണ് അല്ലെ. നമുക്ക് അതിന് പിന്നിലുള്ള സയൻസിനെ കുറിച്ച് പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ സിപ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കാം. അത് ദഹനത്തെ സഹായിക്കും, ഭക്ഷണമൊക്കെ ഒന്ന് സ്മൂത്ത് ആവും. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമിനെ, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിനെയൊക്കെ ഡൈല്യൂട്ട് ആക്കും. അത് ദഹനത്തെ കുറയ്ക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഇനി നമുക്ക് കുറച്ച് അസുഖങ്ങളെ കുറിച്ച് പറയാം. ചില അസുഖങ്ങളിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. ഉദാഹരണത്തിന് വയറിളക്കം, ഛർദി തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അതുപോലെ ഒന്നാണ് കിഡ്നി സ്റ്റോൺ, അതായത് മൂത്രക്കല്ല് എന്ന അസുഖം. ഈ മൂത്രക്കല്ല് ഉള്ളവർ അവർക്ക് ഒരുപാട് വെള്ളം കുടിക്കണം. ഒരു 4 മില്ലിമീറ്ററിൽ കുറവാണ് അവരുടെ കിഡ്നി സ്റ്റോണിന്റെ വലുപ്പമെങ്കിൽ ഈ വെള്ളം കൂടുതൽ കുടിക്കുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അടുത്തത് കോമൺ ആയി കാണുന്ന മൂത്രപ്പഴുപ്പ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഈ മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിലൊക്കെ തോന്നുന്ന ആൾക്കാർ കൂടുതൽ വെള്ളം കുടിക്കുക. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂട്ടുമ്പോൾ തന്നെ അവർക്ക് ഈ ലക്ഷണങ്ങളെല്ലാം കുറയുന്നതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒപിയിൽ കാണാറുണ്ട്. നമ്മുടെ യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രാശയം ഒരു ടബ് പോലെയാണ്. അതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിലെ അസുഖങ്ങൾ ഉണ്ടാകുന്ന ബാക്ടീരിയ ഒക്കെ മൂത്രത്തിലൂടെ പുറത്തു പോകും. അത് ആ അസുഖത്തെ തന്നെ കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് മലബന്ധമുള്ളവരാണ്. അവരും ധാരാളം വെള്ളം കുടിക്കണം. എന്നാൽ ചില അസുഖങ്ങളിൽ കുറച്ച് വെള്ളം കുടിക്കണം. ഏതൊക്കെയാണ് അസുഖങ്ങൾ? അത് തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവിൽ വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. ചില വൃക്ക സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ ലിവർ ഡിസീസസ്, അതായത് അസൈറ്റിസ് പോലെയൊക്കെ വയറ് വീർത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ച് വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ്. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ ഹൃദയത്തിന് അസുഖങ്ങൾ ഉള്ളവർക്ക് അത് ഹൃദയത്തിന് കൂടുതൽ ജോലിഭാരം ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം. ഇനി ഈ വീഡിയോയിൽ നമ്മൾ വെള്ളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. പല കാര്യങ്ങളും സിമ്പിൾ ആയിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കും. എന്നാൽ അത് നിങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും ഇനി മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഈ അറിവ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിക്കാനായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്